ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തെ ഒരാൾ പഠിച്ചാൽ RSSന്റെ പോഷക സംഘടനകളും ഇന്ത്യൻ ചരിത്രത്തിലേ ഇല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായോ എന്ന് ഇപ്പോഴും ചോദിക്കുന്ന ആളുകളുണ്ട്. പുതിയ തലമുറയ്ക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതൊരു മരീചികയായ ഒരു ചോദ്യമായിരിക്കും. ഒരാൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് ചോദിക്കാനുള്ള ഒരു ഭരണകൂടത്തിന്റെ നേരെയോ മാധ്യമത്തിന്റെ നേരെയോ ഏതെങ്കിലും ഒരു എസ്റ്റേറ്റുകൾക്കെതിരായി വിരൽ ചൂണ്ടിക്കൊണ്ട് എന്താണ് സ്വാതന്ത്ര്യം, എന്ത് കിട്ടി സ്വാതന്ത്ര്യം എന്ന് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലേ? ആ റൈറ്റാണ് സ്വാതന്ത്ര്യം. അല്ല, ഇന്നത്തെ തലമുറ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഗാന്ധി ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലേ എന്നൊരു ചോദ്യം. ഇങ്ങനെ ഒരാൾ വർത്തമാനകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് ഒരു 10, 20, 30, 40 കൊല്ലത്തിന് ശേഷം ഇന്ത്യയിൽ പറഞ്ഞാൽ പലരും വിശ്വസിക്കുകയില്ല. സകലതും നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും തൻ്റെ തന്നെ യൗവനവും ജീവിതവും ഒരുപക്ഷെ നശിച്ചു പോകുമെന്ന് അറിഞ്ഞിട്ടും 3ഉം 4ഉം ലെയറിൽ നിൽക്കുന്നവർ 1ഉം 2ഉം വീഴുമ്പോൾ 1ഉം 2ഉം ലെയറായി മുമ്പോട്ട് കയറുന്ന ഒരു രാസകാരകമല്ലേ? അതിൻ്റെ പേരാണ് ഗാന്ധിസം. നമുക്ക് 80 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായോ എന്ന് ഇപ്പോഴും ചോദിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അങ്ങ് പറയാനുള്ളത് എന്താണ്? വളരെ പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടും ഒരു ജനത അവരുടെ ജീവിതം തന്നെ, ജീവനും ജീവിതവും അവരുടെ കുടുംബത്തെയും സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. പുതിയ തലമുറയ്ക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതൊരു മരീചികയായൊരു ചോദ്യമായിരിക്കും. നിങ്ങൾ ഒരു സിനിമയിൽ എവിടെയോ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഒരാൾ ഒറ്റയ്ക്കൊരു റൂമിനകത്ത് അയാൾ അടച്ചിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കും. ഒരു റൂമിനകത്ത് ഒരാൾ കയറിയിട്ട് അയാൾ അടച്ചിട്ട് അയാൾ സ്വസ്ഥമായി എത്ര മണിക്കൂറോളം ഇരിക്കും. മറ്റൊരാളാൽ അടയ്ക്കപ്പെട്ട ഒരു റൂമിനകത്ത് ഒരാൾ എത്ര മണിക്കൂർ ഇരിക്കും? പുതുതലമുറയോട് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഉത്തരം വളരെ സിമ്പിളാണ്. നിങ്ങൾ സ്വയം ഒരു റൂമിനകത്ത് കയറി നിങ്ങളാൽ അടയ്ക്കപ്പെട്ട വാതിലിനകത്ത് നിങ്ങൾ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യും? അതേ നിങ്ങൾ മറ്റൊരാളാൽ അടയ്ക്കപ്പെട്ട ഒരു സ്ഥലത്ത് മൊബൈൽ ഫോണുകളില്ലാതെ, ഇൻ്റർനെറ്റ് ഇല്ലാതെ നിങ്ങൾ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യും? ആ ചോദ്യമാണ് നിങ്ങൾ ആദ്യം യുവതലമുറയോട് ചോദിക്കേണ്ടത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് ഇപ്പം സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നില്ലേ? രാഹുലിൻ്റെ ചോദ്യം അത് തന്നെയല്ലേ? നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് ചോദിക്കാനുള്ള ഒരു ഭരണകൂടത്തിൻ്റെ നേരെയോ മാധ്യമത്തിൻ്റെ നേരെയോ ഏതെങ്കിലും ഒരു എസ്റ്റേറ്റുകൾക്കെതിരായി വിരൽ ചൂണ്ടിക്കൊണ്ട് എന്താണ് സ്വാതന്ത്ര്യം, എന്ത് കിട്ടി സ്വാതന്ത്ര്യം എന്ന് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലേ? ആ റൈറ്റാണ് സ്വാതന്ത്ര്യം. ഭരണകൂടത്തിന് നേരെ വിരൽ ചൂണ്ടാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ എന്തെങ്കിലും അനീതി കണ്ടാൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ, അഭിപ്രായ സ്വാതന്ത്ര്യം നടത്താൻ, തനിക്കിഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള സംഗീതം കേൾക്കാൻ, ഇഷ്ടമുള്ളിടത്ത് പോകാൻ, ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ നമുക്കിന്ന് അവകാശമുണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും കൂടി ചേർന്ന് പറയുന്നൊരു സഞ്ചയമാണ് സ്വാതന്ത്ര്യം. കോൺഗ്രസ്സുകാരെല്ലാം എപ്പോഴും പറയുന്നത് ഞങ്ങളാണ് സ്വാതന്ത്ര്യം വാങ്ങി തന്നതെന്നാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് മാത്രമാണോ സ്വാതന്ത്ര്യം നേടിത്തന്നത്? ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. 1857 ലഹള ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ല, പക്ഷേ അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വിത്ത് പാകിയ 1857 വിപ്ലവം മുതൽ ഇങ്ങോട്ടെടുത്താൽ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുകയാണ്. 1917 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ആരംഭിച്ചിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. കോൺഗ്രസ്സിന് മുമ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് പല പേരുകളിലായിരുന്നു, പല റീജൻസിൻ്റെ പേരിലായിരുന്നു, പല രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നൊരു പോരാട്ടം ഇന്ത്യയിൽ രൂപം കൊള്ളുന്നത് അത് കോൺഗ്രസ് ജനിച്ചതിന് ശേഷം അതിനൊരു നിയതമായൊരിത് വന്നത് 1917 ഗാന്ധി വന്നതിന് ശേഷം അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്താൻ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്തു. ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് മഹാത്മാഗാന്ധിക്ക് മനസ്സിലായത് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് ഒരു ഏക ചരടിൽ കോർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു. ഇന്ത്യ ഒട്ടാകെ നടന്ന് ക്ഷണിച്ചു. ആരും വരാൻ തയ്യാറില്ല. വിദ്യാർത്ഥികളോട് പറഞ്ഞു നിങ്ങൾ പങ്കെടുക്കൂ, വരാൻ തയ്യാറല്ല. കൃഷിക്കാരോട് പറഞ്ഞു നിങ്ങൾ പങ്കെടുക്കൂ, ഇല്ല.
പലരോടും പറഞ്ഞിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആളുകൾ കൂടാതിരുന്ന ഘട്ടത്തിലാണ് മഹാത്മാഗാന്ധിയുടെ ഒരു സെൻസ് അവിടെയാണ് നടക്കുക. എന്തുകൊണ്ട് മഹാത്മാഗാന്ധി ചോദ്യത്തിന് ഉത്തരം, മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി 5000 കൊല്ലത്തെ ഒരു സംസ്കാരമാണിത്. റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, ആചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, രാജാക്കന്മാർ, പാമ്പാട്ടികൾ, ദൈവങ്ങൾ, ദൈവത്തിൻ്റെ മുമ്പിലുള്ള പിന്നെ അർച്ചനകൾ, ഇതെല്ലാം കൂടി കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് ഇന്ത്യയിൽ. ഈ ഒരു സമൂഹത്തിനെ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ഒരുമിപ്പിക്കുവാൻ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ടായി. ആ തർക്കമാണ് നീലം കർഷകരുടെ പ്രക്ഷോഭത്തിലേക്ക് പോയത്. നീലം കർഷകരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു നമുക്ക് സമരം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ തയ്യാറായില്ല. നമുക്കൊരു കൊടി പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ തയ്യാറായില്ല. പക്ഷേ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് കൂലി കൂടുതൽ വേണ്ടേ, അതായിരുന്നു ചോദ്യം. അപ്പോൾ പറയും കൂലി കൂടുതൽ വേണം. കൂലി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഒരുമിച്ച് നീങ്ങിയാലോ? വളരെ സിമ്പിളാണ്. എന്തുകൊണ്ട് ഗാന്ധി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമുക്കൊന്ന് സിമ്പിളായിട്ട് നീങ്ങിയാലോ, അതിന് ഞങ്ങൾ തയ്യാറാണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടി തൊഴിലാളികളെ ഒരുമിച്ച് നീലം കർഷകരെ ചേർത്ത് പിടിച്ചതിന് ശേഷമാണ് ഗാന്ധി പറഞ്ഞത് നമുക്കെന്ത് ചെയ്യാം, സമരം ചെയ്യാം, അത് കോൺഗ്രസിൻ്റെ കൊടി പിടിച്ചായാലോ എന്നുള്ള രീതിയിലേക്ക് അത് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ കോൺഗ്രസിനെ അഡ്രസ്സ് ചെയ്യുകയായിരുന്നില്ല മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ജനങ്ങൾക്കിടയിലുള്ള ഭരണകൂടത്തിൻ്റെയും എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ടുള്ള അതൃപ്തിയെ ആദ്യം അഡ്രസ്സ് ചെയ്യുകയായിരുന്നു. ആ അഡ്രസ്സിന് ശേഷമാണ് അദ്ദേഹം കോൺഗ്രസിനെ അഡ്രസ്സ് ചെയ്തത്. ഇതാണ് മറ്റു പ്രക്ഷോഭകരിൽ നിന്നും മഹാത്മാഗാന്ധിയെ വ്യത്യസ്തമാക്കിയത്. അല്ല, ഇന്നത്തെ തലമുറ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗാന്ധി ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലേ എന്നൊരു ചോദ്യം. ഗാന്ധി ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടില്ല എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ ഗാന്ധി, അത് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതുപോലെ, ഇങ്ങനെ ഒരാൾ വർത്തമാനകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് ഒരു 10, 20, 30, 40 കൊല്ലത്തിന് ശേഷം ഇന്ത്യയിൽ പറഞ്ഞാൽ പലരും വിശ്വസിക്കുകയില്ല. കാരണം അത്രമാത്രം ദൈവികത്വമാണ് മഹാത്മാഗാന്ധിയിൽ കണ്ടത്. മഹാത്മാഗാന്ധി നിങ്ങൾ നോക്കൂ, ആരെയും ആക്രമിക്കാൻ പോയില്ല, അല്ലേ? ഇല്ല. ഒരു പോലീസ് സ്റ്റേഷനും അട്ടിമറിക്കപ്പെട്ടില്ല. ഒരു ബ്രിട്ടീഷുകാരൻ്റെ പോലും ചോര പൊടിക്കാൻ ആഗ്രഹിച്ചില്ല. ആരെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയില്ല. അദ്ദേഹം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മതരാഷ്ട്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചില്ല, മതത്തെ പ്രോത്സാഹിപ്പിച്ചില്ല. എന്നാൽ കസ്റ്റംസിനെയും റിച്വൽസിനെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആചാരങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ സമരമുഖത്ത് നിന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗാന്ധി കോർത്തിണക്കിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂവ്മെൻറ്റ് പോലും ഈ രീതിയിൽ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ നോക്ക്, ഈ പിന്നെ ചൗരി ചൗര സംഭവത്തിന് ശേഷം നമുക്ക് അക്രമമാർഗത്തിലേക്ക് തിരിഞ്ഞുകൂടെ എന്ന് കോൺഗ്രസ്സിലെ ഒരു റാഡിക്കലായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ആളുകൾക്കിടയിൽ. അത് വളരെ അമൂർത്തമായിട്ട് വന്നപ്പോഴാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നു, അതിനുശേഷം പിന്നെ ഉപ്പ് സത്യാഗ്രഹം വരുന്നു. ഇതെല്ലാം നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ സമരം ചെയ്യാൻ ഗാന്ധിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റു പലരും പ്രക്ഷോഭത്തിലേക്ക് വന്നിട്ടുണ്ട്, പലരും അതിനു മുമ്പ് വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്, അതിന് പലരും അങ്ങോട്ട് കൊന്നിട്ടുണ്ട്, പലരും കൊലപാതക കേസിൽ ജയിൽപ്പെട്ടിട്ടുണ്ട്, പലരും തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു ഏകശിലയിൽ കോർത്തെടുക്കാൻ ഗാന്ധിയുടെ ഇസത്തിന് കഴിഞ്ഞു. അതാണ് ഗാന്ധിസത്തിൻ്റെ പ്രത്യേകത. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഒരു ഉദാഹരണം, ഉപ്പ് സത്യാഗ്രഹം നടക്കുമ്പോൾ ദണ്ഡി കടപ്പുറത്തേക്ക് ഇങ്ങനെ മാർച്ച് മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ ലെയറിലുള്ള മുഴുവൻ നേതാക്കന്മാരുടെ തലയടിച്ച് പൊട്ടിച്ച് താഴെ വീഴുകയാണ്. ഒരാഹ്വാനവുമില്ലാതെ രണ്ടാമത്തെ ലെയർ ഒന്നാമത്തെ ലെയർ ആവുകയാണ്. അവർ അടികൊണ്ട് വീഴുകയാണ്. 1ഉം 2ഉം ലെയറുകൾ വീണിട്ടും മൂന്നാമതൊരു ലെയർ തങ്ങളുടെ തലയടിച്ച് പൊട്ടിക്കപ്പെടും, രക്തം ചിതറി ഒരുപക്ഷെ മരിച്ചേക്കാമെന്ന് അറിഞ്ഞിട്ടും മൂന്നാമത്തെ ലെയർ ഒന്നാമത്തെ ലെയറിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഇതെവിടെ കിട്ടും ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഈ മൂവ്മെൻറ്റ്? എങ്ങനെയായിരിക്കും അതിനെ ആ ചോരയെ അദ്ദേഹം ഉത്തേജിപ്പിച്ചത്? ഉത്തേജിപ്പിച്ച ആ ദേശസ്നേഹത്തിൻ്റെ ഉത്തേജിപ്പിച്ച ഇതിൻ്റെ പേരാണ് ഗാന്ധിസം. സകലതും നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും, തൻ്റെ തന്നെ യൗവനവും ജീവിതവും ഒരുപക്ഷെ നശിച്ചു പോകുമെന്ന് അറിഞ്ഞിട്ടും 3ഉം 4ഉം ലെയറിൽ നിൽക്കുന്നവർ 1ഉം 2ഉം വീഴുമ്പോൾ 1ഉം 2ഉം ലെയറായി മുമ്പോട്ട് കയറുന്ന ഒരു രാസകാരകമല്ലേ, അതിൻ്റെ പേരാണ് ഗാന്ധിസം. ഗാന്ധിസത്തെ ലോകം അഡ്രസ് ചെയ്തത് അങ്ങനെയാണ്. എല്ലാ കാലത്തും ഗാന്ധിസം അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്, ചർച്ചയാകുന്നുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ വീണ്ടും ഗാന്ധിസം ചർച്ചയാകുന്നത് പലപ്പോഴും പുതിയ തലമുറയിലെ കുട്ടികൾ ഗാന്ധി എക്സ്പോസ്ഡ് എന്ന് പറയുന്ന രീതിയിലായിരിക്കാം. ഇപ്പോൾ ഗാന്ധി ചെറിയ പെൺകുട്ടികളുമായിട്ട് ലൈംഗികപരമായിട്ട് ഏർപ്പെട്ടിട്ടുണ്ട്, ഗാന്ധിജി അങ്ങനെ ഒരാളായിരുന്നു എന്നുള്ള രീതിയിൽ മഹാത്മാഗാന്ധി ആഭ ഉൾപ്പെടെയുള്ള കുട്ടികളെ
പിന്നെ അവസാന കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനാ സദസ്സിലേക്ക് വരുമ്പോൾ അത്രയേറെ ദുർബലമായ, അതും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പട്ടിണി സമരം, ശരീരം ശുഷ്കിച്ചു പോകുന്ന സമരം. മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ തന്നെ അഭിപ്രായത്തിൽ അവസാനത്തെ ചർച്ചകൾക്കായി ഗാന്ധിയെ കാണുമ്പോൾ ഗാന്ധി ഒരു പ്രാവിനെ പോലെ കുറുകിക്കൊണ്ട് മെല്ലിച്ച ഉന്തിയ ശരീരവും കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് സഹതാപാർഹമായിരുന്നു എന്നാണ് മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹം എഴുതിയത്. നിങ്ങൾ ആ ഫ്രീഡം, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഇന്ത്യക്കാരൻ്റെ പലതും വായിക്കേണ്ട, നിങ്ങൾ കോൺഗ്രസ്സുകാർ എഴുതിയ ചരിത്രമൊന്നും വായിക്കേണ്ട. നിങ്ങൾ ഡൊമിനിക് ലാപ്പിയറിൻ്റെയും പിന്നെ കോളിൻസിൻ്റെയും ആ ഫ്രീഡം അഡ്മിറ്റഡ്, അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യം ഒരു തവണ ഒന്ന് വായിച്ചാൽ നിങ്ങൾ കരഞ്ഞു പോകും. നിങ്ങൾ ഗാന്ധിയുടെ കാലിൽ വീണു പോകും. ഗാന്ധി നിങ്ങൾക്ക് വല്ലാത്ത സ്നേഹം ഉണ്ടായിപ്പോകും. നിങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ് ആയി എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ട് ഒരു പിന്നെ പേട്രോയിസത്തിൻ്റെ ഇതിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ, ആ ഒറ്റ പുസ്തകം ഒരു തവണ വായിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു ഇന്ത്യ. ഗാന്ധിക്ക് മുമ്പുള്ള ഇന്ത്യ എന്താണ്, ഗാന്ധി ചലിപ്പിച്ച ഇന്ത്യ എന്താണ്, ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യ എന്താണ്, വ്യക്തമായിരുന്നില്ലേ ആശയം. ഗാന്ധി പെണ്ണ് പിടിക്കാൻ പോയിന്ന് എവിടെ ചരിത്രത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഗാന്ധി ശ്രീലംബടനായിരുന്നില്ല. ഗാന്ധി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതായിട്ടറിയില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബേസ് ഗാന്ധിസമാണ്, ഗാന്ധിയാണ്. അത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടൊരു ട്രഡീഷൻ ആണെങ്കിൽ അതിനെ തന്നെ തകർക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇത്തരത്തിൽ റീലുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊപ്പഗണ്ടകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടായിരിക്കാം വരുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ സമരങ്ങളുണ്ട്. ആ സമരങ്ങളിൽ 1921 മുമ്പ്, 1925 മുമ്പ്, RSS രൂപീകരിക്കുന്നതിന് മുമ്പ് പിന്നീട് RSS ആയ പല നേതാക്കന്മാരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ പങ്കെടുത്തത് കോൺഗ്രസിൻ്റെ അനുഭാവികളായിട്ടാണ്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? 1925 RSS രൂപീകരിക്കുന്നതിന് മുമ്പ് RSSൻ്റെ സ്ഥാപകരുൾപ്പെടെ പല ആളുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി സമരരംഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ RSS എന്ന് രൂപീകരിക്കപ്പെട്ടോ, 1925 RSS രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഒരു RSS നേതാക്കന്മാരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നില്ല. ഏതെങ്കിലും ആളുകൾ അതിനകത്തുണ്ടായിരുന്നെങ്കിൽ അവരെ നേതൃത്വം ഊർജം പാഴാക്കി കളയരുത്, സംഘത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കൂ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോയി ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് ഊർജ്ജം കളയണ്ട എന്ന് പറഞ്ഞ് പിൻവലിക്കുകയാണ് ചെയ്തത്. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ 1925 RSS രൂപീകരണത്തിന് ശേഷം ഉള്ള ഓരോ ചരിത്രത്തിലും RSSും RSSൻ്റെ പിന്നെ പോഷക സംഘടനകളും ഇന്ത്യൻ ചരിത്രത്തിലേ ഇല്ല. നിങ്ങൾ നോക്ക്, പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ RSS ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ പറ. ഇന്ത്യയുടെ പതാക നിർമ്മിക്കുന്നതിൽ RSS ഉണ്ടോ? ഇല്ല. ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണഘടന രൂപീകരിക്കുന്നതിൽ RSSന് പങ്കാളിത്തമുണ്ടോ? ഇല്ല. ഇന്ത്യയെ രൂപീകരിക്കുന്ന പഞ്ചശീല തത്വങ്ങൾ രൂപീകരിക്കുന്നതിൽ പങ്കാളിത്തമുണ്ടോ? ഇല്ല. പഞ്ചവത്സര പദ്ധതികൾ രൂപീകരിക്കുന്ന കോർഡിനേഷനിലുണ്ടോ? ഇല്ല. ഇന്ത്യ രൂപപ്പെടുത്തുന്ന ഒരു കാര്യത്തിലും RSS ഇല്ല. എന്താ കാര്യം? അവർക്ക് പറ്റിയ ഒരു അബദ്ധം, അത് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അവർക്കൊരു 1925 ശേഷം ത്യാഗം സഹിച്ച, ജയിലിൽ കിടന്ന, വെടികൊണ്ട് മരിച്ച, തൂക്കിലേറ്റപ്പെട്ട ഒരാളില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെ ഒരാൾ പഠിച്ചാൽ 925 വരെ പറയാനേ ആർക്കുണ്ടാവുള്ളൂ, ഇപ്പോഴത്തെ ഈ നേതാക്കന്മാർക്കുണ്ടാവുള്ളൂ. അതിനുശേഷമുള്ള ഇന്ത്യയുടെ ഒരു ചരിത്രത്തിലും അവരില്ലാതെ പോയി. കാരണം അവർ ഈ രംഗത്തുനിന്ന് മാറി. അപ്പോഴാണ് നിങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിന്നത് എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം, 925 ശേഷം ഇവരാരും ഉണ്ടായിരുന്നില്ല, ഇവർ പലപ്പോഴും പോയി. 925 ശേഷവും കമ്മ്യൂണിസ്റ്റുകൾ കോൺഗ്രസിനോടൊപ്പം, കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ എന്ന പേരിലും പല പേരിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ അവർക്ക് പറ്റിപ്പോയതെന്നറിയോ? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ട് മുമ്പ് അവരും പിന്മാറി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ല. അഥവാ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷം നടന്ന പ്രക്ഷോഭങ്ങളിലോ ഇന്ത്യ രൂപപ്പെടുന്നതിലോ ആരില്ല? കമ്മ്യൂണിസ്റ്റുകളും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകളോട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പേര് പറയാൻ ചോദിച്ചാൽ അപ്പോഴവിടെ നിർത്തും. അവർ അതിനു മുമ്പുള്ള ചരിത്രം പറയും, അതിനുശേഷമുള്ള ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകളും ഇല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു 925 കൂടി RSS സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിൻവാങ്ങി. 1945 ശേഷം ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ആ പ്രക്ഷോഭം തുടങ്ങുന്നത് മുതൽ കമ്മ്യൂണിസ്റ്റുകളും ഇല്ലാതായി. പിന്നെ ആരായി നയിച്ചത്? കോൺഗ്രസ് ആണ്. അവിടെയാണ് നിങ്ങൾ നേരത്തെ പിന്നെ രാഹുൽ ചോദിച്ച ചോദ്യം, എന്താ ഇത് കോൺഗ്രസിൻ്റെ കുത്തകയാണോ സ്വാതന്ത്ര്യ സമരം? ആണ്, കോൺഗ്രസിൻ്റെതാണ് സ്വാതന്ത്ര്യ സമരം എന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ ആശയം ഇപ്പോൾ പിടികിട്ടിയല്ലോ, വ്യക്തമായില്ലേ? അതാണ് ഞങ്ങളുടെ അതുതന്നെ. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം ഒരു കുട്ടി പഠിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പഠിക്കാതെ ആ ചരിത്രം പൂർണ്ണമായില്ല.
അപ്പോൾ ഗാന്ധിയെ ഈ രീതിയിൽ എക്സ്പോസ് ചെയ്യുന്നത് ആരുടെ? ഗാന്ധി നോക്കൂ, ഗാന്ധി വെടിവെച്ച് കൊന്നു. വെടിവെച്ച് കൊന്നവരിൽ RSS അനുഭാവികളായിട്ടുള്ളവരുണ്ട്, ഉണ്ടല്ലോ, ഇല്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇല്ല. മറ്റൊരു രൂപമായ ഹിന്ദു മഹാസഭയ്ക്ക് കൃത്യമായ പങ്കുണ്ടല്ലോ. ഗാന്ധിയെ കൊന്നവരുടെ കുറ്റപത്രത്തിന്റെ കൂട്ടത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആരുണ്ട്? സവർക്കറുണ്ട്. സവർക്കറും വിചാരണ നേരിടുകയാണ്. തെളിവില്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടതാണ്. ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് വെറുതെ വിട്ടതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിയെ കൊന്നവരെയും ഗാന്ധിയെയും എക്സ്പോസ് ചെയ്താൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് ഭയന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ നൈസിൽ അടിച്ചുകൊണ്ട് പോവുക, ഗാന്ധിയെ തിരസ്കരിക്കുക. ഗാന്ധിയല്ലേ ഈ രാജ്യത്തെ വിഭജിച്ചത്, നെഹ്റു അല്ലേ വിഭജിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ആരാ വിഭജിച്ചത്? ഒന്ന് നോക്കുക രാഹുലെ, ഇന്ത്യയെ വിഭജിക്കണമെന്ന് കോൺഗ്രസ് എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ല. ആരാ പറഞ്ഞത് ആദ്യം? ബ്രിട്ടീഷുകാർ. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ വിഭജിക്കണം, ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ചത് 2 കക്ഷികളാണ്. അത് മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിം ലീഗും 2 ഹിന്ദു മഹാസഭ ഈ സവർക്കറിന്റെ. ഇന്ത്യയെ വിഭജിച്ചത് ഇവർ പറയുന്നുണ്ടല്ലോ, ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്തു. ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കി കൊടുത്തല്ല. ഇവിടെ ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ചത് ജിന്നയാണ്, സവർക്കറാണ്. അതാ പ്രശ്നം ഞങ്ങളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സവർക്കർ ജയിലിൽ കിടന്നിട്ടുണ്ട്. സവർക്കർ കൂടുതൽ കാലം ജയിലിൽ കിടന്നിട്ടില്ലേ? സത്യമായി കിടന്നിട്ടുണ്ട്. സവർക്കർ പീഡനം അനുഭവിച്ചിട്ടുണ്ട്. പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഏകാംഗ സെല്ലുകളിൽ കിടന്നിരുന്ന സവർക്കർ ഒരു ഘട്ടം വന്നപ്പോൾ പല തടവുകാരും മാപ്പപേക്ഷിച്ചപ്പോൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാപ്പപേക്ഷിച്ചിട്ടുണ്ട്. പലതവണ മാപ്പപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തു വന്നതിനെ പോലും നിങ്ങൾക്ക് ഒരുപക്ഷെ ന്യായീകരിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അതിൻ്റെ പ്രശ്നം, മാപ്പപേക്ഷിച്ച് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ 60 രൂപ ഇനാം കൈപ്പറ്റിയിരുന്നു എന്നുള്ളതാണ്. അഥവാ അതിൽ നിന്ന് പിന്മാറി, സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്മാറി. ഞാൻ സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ദീർഘകാലം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഏകാന്ത സെല്ലുലാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ നിരവധി തവണ മാപ്പപേക്ഷയ്ക്ക് ശേഷം അദ്ദേഹം അവസാനം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഇനാം സ്വീകരിക്കുകയും അദ്ദേഹം സ്വാതന്ത്ര്യ സമര മൂവ്മെന്റിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു എന്നാണ് ചരിത്രം. അവിടെയാണ് നിങ്ങൾക്ക് സവർക്കറോട് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മാപ്പപേക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് സവർക്കറെ നിങ്ങൾ കുറ്റം പറയുന്നത് എന്നാണോ? അല്ല, മാപ്പപേക്ഷിച്ചു എന്നുള്ളത് മാത്രമല്ല, പിൻവാങ്ങി ഇനാമും കൈപ്പറ്റി എന്നുള്ളതാണ് ചരിത്രം. അതാണ് നിങ്ങൾ എക്സ്പോസ് ചെയ്യേണ്ടത്.